നമ്മുടെ ജീവിതത്തിലെ വളരെ അത്യന്താപേക്ഷിതമായ ഇപ്പോ അത്രയ്ക്ക് അത്യാവശ്യമായി വന്നു നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ക്ലാസ് ആണ് ഇപ്പോ നമ്മൾ ഈ ഓൺലൈനിലൂടെ എടുക്കാൻ പോകുന്നത്. എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക. എല്ലാവരും തിരിഞ്ഞു കളിക്കുക. ക്ലാസ്സിൽ ശ്രദ്ധിക്കുക എല്ലാവരും. കേട്ടല്ലോ? ആ അപ്പോ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കാലഘട്ടങ്ങളിൽ മുതൽ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആയുധമാണിത്. ഈ ആയുധം എല്ലാവർക്കും പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് വെട്ടുകത്തി, മടവാൾ, വാക്കത്തി എന്ന പല പേരുകളിലായിട്ട് ഓരോരുത്തർ അറിയപ്പെടുന്നു. ഈ വാക്കത്തി ഒന്ന് നമ്മൾ നല്ല മൂർച്ചയോടുകൂടി തയ്യാറാക്കിയിട്ട് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങുക. പറമ്പിൽ ചുറ്റും ഇങ്ങനെ കണ്ണോടിച്ച് കഴിയുമ്പോൾ നമുക്ക് പറമ്പിൽ നിന്ന് ഇതുപോലെ ഉള്ള വിറക് കഷ്ണങ്ങൾ കിട്ടും. ഇതിങ്ങനെ ഏതാണ്ട് ഈ 3 അടി വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ വെട്ടി കട്ട് ചെയ്തെടുക്കുക. അതിനാണ് മൂർച്ചയുള്ള വാക്കത്തി. അങ്ങനെ നമ്മളൊരു ബണ്ടിലാക്കി ഈ വിറക് നമ്മൾ ശേഖരിച്ച് വീടിനടുത്തേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ നമുക്ക് പറമ്പിൽ തിരഞ്ഞാൽ കാണാവുന്ന, തെങ്ങിന്റെ ചുവട്ടിലൊക്കെ കാണാവുന്ന ഒന്നാണ് കൊതുമ്പ്. ഈ തെങ്ങ് കയറി തേങ്ങ കെട്ട് കഴിഞ്ഞാൽ ബാക്കിയായിട്ട് തെങ്ങിന്റെ ചുവട്ടിൽ വെട്ടിയിരുന്നതാണ് കൊതുമ്പ്. കേരവൃക്ഷമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരുന്ന ഒരു വൃക്ഷമാണ് കേരവൃക്ഷം. അപ്പോൾ നമ്മുടെ കൽപ്പവൃക്ഷമാണ്. അതിന്റെ ഈ കൊതുമ്പ്, അതുപോലുള്ള മടൽ, ഈ വലുപ്പത്തിൽ മടൽ വെട്ടിയെടുത്ത് ഇതും അതുപോലെ ഒരു കെട്ടാക്കിയിട്ട് നമ്മളെ വീടിന്റെ അടുക്കള ഭാഗത്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെയുള്ളതാണ് ചിഗരി. ചിഗരി കാണാത്തവർക്ക് കാണാം. ഇതാണ് ചിഗരി. അപ്പോൾ തേങ്ങ മുരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ചിഗരി, ഇതും ശേഖരിച്ച് നമ്മുടെ വീടിന്റെ അടുക്കള ഭാഗത്തായിട്ട് ശേഖരിച്ച് വെക്കുക. അതുപോലെ തന്നെ അത്യന്താപേക്ഷിതമാണ് ഈ ഓലക്കണ്ണികൾ, ഓലച്ചീന്ത്. ഇത് നമ്മൾ ഓലയിൽ നിന്ന് ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് നമ്മൾ ഇത് ശേഖരിച്ച് വീടിനടുത്ത് കൊണ്ടുവരും. അതിനുശേഷം നമുക്ക് ആവശ്യമായിരുന്നത് 3 കല്ലുകളാണ്, 3 വെട്ടുകല്ലുകൾ. 3 വെട്ടുകല്ലുകൾ കൃത്യമായി ത്രികോണ രൂപത്തിൽ വെച്ചിട്ട് അതിന് മുകളിൽ ഒരു പാത്രം വെക്കുക. ആ പാത്രത്തിന് അനുയോജ്യമായ രീതിയിൽ ഈ കല്ല് വേണ്ട രീതിയിൽ നമുക്ക് വികസിപ്പിക്കുകയും ചെറുതാക്കുകയും ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. അതിനുശേഷം ഈ ചിഗരി, മടല് ഇതെല്ലാം ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ അടുപ്പിലേക്ക് വെച്ചിട്ട് ഓലച്ചീന്ത് ഒരു ചൂട്ടുപൊട്ട് പോലെ കെട്ടി അതിന് തീ കൊളുത്ത്, അത്യാവശ്യം മണ്ണെണ്ണയോ അല്ലെങ്കിൽ സാധാരണ തീപ്പെട്ടിക്കൊള്ളിയോ ഉപയോഗിച്ച് തീ കൊളുത്തിയിട്ട് അടുപ്പിലേക്ക് വെച്ച് അതിന് മുകളിൽ പാത്രം വെച്ച് വെള്ളം ചൂടാക്കിക്കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കാം, കഞ്ഞി ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കാം, അങ്ങനെ എന്തും ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തുടർ ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് നമ്മൾ ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ ഉണ്ടാവുന്നതാണ്. അതിന് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എല്ലാവരും നമ്പറുകളൊക്കെ അയച്ചിട്ട് നമ്മളുമായി ബന്ധപ്പെടുക. അപ്പോൾ എങ്ങനെ ഗ്യാസ് ഇല്ലാതെ അടുപ്പ് കത്തിക്കാം എന്നതിനെ കുറിച്ചുള്ള തുടർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് ലഭ്യമാവുന്നതാണ്. കൂടുതൽ സംശയമുള്ളവർക്ക് മെസ്സേജ് അയച്ചിട്ട് സംശയങ്ങൾ ചോദിക്കാം. ഇത് ഓൺലൈനിലൂടെ വന്നിട്ട് നമ്മൾ മറുപടി പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ